السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وأنذر عشيرتك الأقربين واخفض جناحك لمن اتبعك من المؤمنين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത ചരിത്രങ്ങളിലൂടെയുള്ള നമ്മുടെ പഠന പരമ്പരയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നബുവത്ത് കിട്ടിയതിന്റെ ശേഷം അവിടുത്തെ ആ പ്രത്യേകമായ സാഹചര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കപ്പെട്ടത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ എന്ന് തുടങ്ങുന്ന ഏതാനും വചനങ്ങളുടെ അവതരണ ശേഷം കുറച്ച് ദിവസങ്ങൾ വഹ്യ് വരാതായി എന്നതിനെ സംബന്ധിച്ചായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. ശേഷം പിന്നീട് വഹ്യ് പുനരാരംഭിക്കുകയുണ്ടായി എന്നും തുടർച്ചയായി വഹ്യുകൾ കിട്ടിക്കൊണ്ടിരുന്നു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രങ്ങളിൽ നിന്ന് പരിശുദ്ധ ഖുർആനിലൂടെയും നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന് ആരംഭിക്കുന്ന സൂറത്തുൽ മുദ്ദസ്സിറിലെ ഏതാനും ഭാഗങ്ങളായിരുന്നു വഹ്യ് നിലച്ചതിന്റെ ശേഷം പുനരാരംഭിക്കപ്പെട്ട രൂപത്തിൽ പിന്നീട് അവതരിക്കപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ആ അവതരണത്തിലൂടെ അല്ലെങ്കിൽ അതിൽ പറയപ്പെട്ട ആയത്തുകളിലൂടെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നിന്റെ റബ്ബിനെ വാഴ്ത്തുക, മഹത്വപ്പെടുത്തുക, ആ നിലക്കുള്ള കുറെ ഉപദേശ നിർദ്ദേശങ്ങൾ, പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവനെ എഴുന്നേറ്റ് താക്കീര് നൽകൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യഘട്ടത്തിൽ അവിടുന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെ രഹസ്യമായ പ്രബോധനമായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ അവിടുന്ന് സ്വീകരിച്ചിരുന്നത്. ആദ്യം തന്നെ പരിശുദ്ധ കഅബയുടെ സമീപത്ത് പോയി പരസ്യമായി ജനങ്ങളെയെല്ലാം വിളിച്ചുകൂട്ടി ഈ സത്യത്തെ കൃത്യമായി തന്നെ അവരുടെ മുമ്പിൽ പ്രഖ്യാപിക്കുക എന്ന ഒരു നയമല്ല ആദ്യഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത്. കൃത്യമായ പ്ലാനിങ്ങും പദ്ധതികളും പ്രവാചക ചരിത്രത്തിലുണ്ട് എന്നർത്ഥം. അള്ളാഹുവിന്റെ പ്രത്യേകമായ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ടാണ് അവിടുന്ന് പ്രവർത്തിക്കുന്നത് എന്നർത്ഥം. അങ്ങനെ ഈ വചനങ്ങളുടെ അവതരണ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വന്തം വീട്
അതുപോലെ തന്നെ തന്നോട് ഏറ്റവും അടുപ്പമുള്ള കൂട്ടുകാര്, തന്നോട് ഏറ്റവും അടുപ്പമുള്ള വിശ്വസ്തരായ അടുത്തിടപഴകുന്ന ആളുകൾ, ഇവരോടൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം ആദ്യമായി ഉണർത്തുന്നത്. അങ്ങനെ ഒരു 2-3 കൊല്ലക്കാലം ഏതാണ്ട് ഈ ഒരു രഹസ്യ സ്വഭാവം നിലനിന്നിട്ടുണ്ട് എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആദ്യത്തെ വിശ്വാസി ആരാണെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ആദ്യമായി ഹിറാ ഗുഹയിൽ വെച്ച് നടന്ന സംഭവം കേട്ട, വിശുദ്ധ ഖുർആനിലെ ആദ്യ വചനങ്ങൾ കേൾക്കാൻ അവസരം കിട്ടിയ ആ വീട്ടുകാരി തന്നെയായിരുന്നു. അതാരാണ്? മഹദിയായ നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹാ. ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ അവരാണ് എന്ന് നമുക്ക് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രവാചക വീട്ടിൽ താമസിച്ചിരുന്നയാളാണ്. അവിടുത്തെ ദത്തുപുത്രനായി അവിടുന്ന് വളർത്തിയുണ്ടാക്കിയ സയ്യിദ് ബിൻ ഹാരിസത്ത് റളിയല്ലാഹു അൻഹു. ആ സയ്യിദ് റളിയല്ലാഹു അൻഹുവും തൽക്ഷണം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളയാളാണ്. ഖദീജ റളിയല്ലാഹു അൻഹ വിശ്വസിച്ച ശേഷം സയ്യിദ് റളിയല്ലാഹു തആല അൻഹു വിശ്വസിച്ചു. അതുപോലെ തന്നെ ആ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടിയിരുന്ന കേവലം അന്ന് 10 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു കുട്ടിയായിരുന്നു മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. പ്രവാചക ഭവനത്തിലാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ചെറുപ്പകാലത്തെ വളർച്ച ഉണ്ടായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചെലവിലും സംരക്ഷണത്തിലുമായിരുന്നു അലി റളിയല്ലാഹു അൻഹു പ്രവാചക വീട്ടിൽ വളർന്നു വന്നത്. അതിനൊരു കാരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ചെറുപ്പത്തിൽ നോക്കി വളർത്തിയുണ്ടാക്കിയ പിതൃവ്യനായ അബൂ താലിബിന്റെ മോനാണ് അലി റളിയല്ലാഹു തആല അൻഹു. അബൂ താലിബിനാണെങ്കിൽ ജീവിത പ്രാരാബ്ധം ഏറെയായിരുന്നു. ഒരുപാട് ആളുകളെ നോക്കണം, മക്കളെ വളർത്തണം, ഒരുപാട് രൂപത്തിലുള്ള കുടുംബത്തിലുള്ള പ്രശ്നങ്ങളും ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ അബൂ താലിബിനുണ്ടായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ ഒരു താങ്ങായി വർത്തിക്കുക എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ ഒരു മകനായ അലിയിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കി വളർത്തി, അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണവും താമസ സൗകര്യങ്ങളും കൊടുത്ത് അങ്ങനെ തന്റേതായ ഒരു സംരക്ഷണയിലാണ് ചെറുപ്പത്തിലെ അലി റളിയല്ലാഹു തആല അൻഹു ആ വീട്ടിൽ തന്നെയാണ് വളർന്നത്. അതുകൊണ്ട് ആ വീട്ടിലെ മെമ്പർമാര്, ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് സയ്യിദ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അലി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അവിടുത്തെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ഖദീജത്ത് റളിയല്ലാഹു അൻഹാ. ആ കുടുംബത്തിലെ അതുപോലെ തന്നെ അവിടെയുള്ള പെൺമക്കൾ സൈനബ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ മകളാണ്. റുഖയ്യ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിയുടെ മകളാണ്. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മകളാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ നമുക്കറിയാം പ്രവാചകന്റെ മകളാണ്. ഈ 4 പെൺമക്കളും ഖദീജ റളിയല്ലാഹു അൻഹയിൽ ഉണ്ടായ സന്തതികളുമാണ്. അപ്പൊ ചുരുക്കത്തിൽ പ്രവാചക വീട്, ആ ഭവനം, ആ ഭവനത്തിലെ മുഴുവൻ മെമ്പർമാരും അതിലെ മുഴുവൻ അംഗങ്ങളും ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആദ്യകാല അനുയായികളിൽപ്പെട്ടവരാണ്. അവരാരും അതിൽ നിന്ന് മാറി നിന്നിട്ടില്ല, സംശയിച്ചു വിട്ടു നിന്നിട്ടില്ല. അവരൊക്കെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഈ സന്ദേശം പ്രായമായവർ അവരിൽ ഓരോരുത്തർക്കും അവരുടെ മക്കളിൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പെൺമക്കളിൽ ആർക്കൊക്കെ ബുദ്ധിയും ബോധവുമുള്ള പ്രായത്തിലുണ്ടായിരുന്നോ എല്ലാവരും അവരത് മനസ്സിലാക്കിയ ഘട്ടത്തിൽ തന്നെ ഇസ്ലാമിനെ വളരെ കൃത്യമായി തന്നെ പുൽകിയവരായിരുന്നു, ആശ്ലേഷിച്ചവരായിരുന്നു, അതിലേക്ക് കടന്നു വന്നവരായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് അതിലേക്ക് കടന്നു വന്ന മഹാനായ വ്യക്തിത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മുമ്പും ഏറെ സഹവാസമുണ്ടായിരുന്ന, കൂട്ടുകെട്ടുണ്ടായിരുന്ന, തന്റെ ഉറ്റ ചങ്ങാതിയായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, ഇവിടുന്ന് പല സഹാബിമാരോടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പിൽക്കാലത്ത് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മഹത്വം അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞിരുന്നത് സഹാബിമാരോട്? ഇന്നല്ലാഹ ബഅസനി ഇലൈക്കും ഫഖുൽതും കദബ്ത വഖാല അബൂബക്കർ സദഖ വവാസാനി ബിനഫ്സിഹി വമാലിഹി ഇന്നഹു അവ്വലുൻ നാസി ഇസ്ലാമാ റവാഹുൽ ബുഖാരി റഹിമഹുല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരിൽ പലരെയും ഓർമ്മിപ്പിക്കാറുണ്ട്, ഇന്നല്ലാഹ ബഅസനി ഇലൈക്കും, നിശ്ചയമായും അല്ലാഹു എന്നെ നിങ്ങളിലേക്ക് റസൂലായി നിയോഗിച്ചു, എന്നെ അല്ലാഹു നിങ്ങളിലേക്ക് പ്രവാചകനായി നിയോഗിച്ചു. ആ ഘട്ടത്തിലൊക്കെ ഫഖുൽതും, നിങ്ങളിൽ പലരും പറഞ്ഞു, കദബ്ത, നിങ്ങൾ കളവാ പറയുന്നത്, നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കൂല എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂട്ടത്തിലെ പലരും ആദ്യഘട്ടത്തിൽ മാറി നിന്നവരാണ്. ആ സന്ദർഭത്തിലൊക്കെ വഖാല അബൂബക്കർ, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അന്നും പറഞ്ഞു, സദഖ, മുഹമ്മദ് പറഞ്ഞത് സത്യമാണ് എന്ന് എല്ലാവരും കളവാക്കിയ കാലത്ത്, എല്ലാവരും എന്നെ കൈവടിഞ്ഞ കാലത്ത് എന്നെ സത്യപ്പെടുത്തിയ വ്യക്തിത്വമാണ് അബൂബക്കർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പിന്നെയും, വവാസാനി ബിനഫ്സിഹി വമാലിഹി, അബൂബക്കർ തന്റെ ദേഹം കൊണ്ടും അദ്ദേഹത്തിന്റെ സമ്പത്ത് കൊണ്ടും എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്, എന്നെ സഹായിച്ചിട്ടുണ്ട്. എനിക്കൊരു താങ്ങും തണലുമായി ആദ്യഘട്ടത്തിൽ വർത്തിച്ച വ്യക്തിത്വമാണ് അബൂബക്കർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്നഹു അവ്വലുൻ നാസി ഇസ്ലാമാ, ജനങ്ങളിൽ ആദ്യമായി, പൊതുജനങ്ങളിൽ ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിത്വം അദ്ദേഹമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മുസ്ലിം ആയതോടുകൂടി അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ മെമ്പർമാർ മുഴുവനും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിന്റെ അഥവാ മകളായ അസ്മാ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്നീട് ഭാര്യയായി തീർന്ന നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ഓർമ്മ വെച്ച നാള് മുതൽ ഇവര് പറയാൻ തുടങ്ങിയിട്ടുണ്ട്, ലം അഖൽ അബവയ്യ ഇല്ലാ വഹുമാ യദീനാനിദ്ദീൻ, എനിക്ക് ഓർമ്മ വെച്ച നാള് മുതൽ എനിക്ക് എന്റെ ഉമ്മയെയും ഉപ്പയെയും പരിചയമില്ല, അവർ രണ്ടാളും ദീൻ അനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമേ എനിക്ക് ഓർമ്മയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമല്ലാതെ എനിക്കെന്റെ മാതാപിതാക്കളെ കുറിച്ച് ഓർമ്മ വെച്ച നാള് മുതൽ എനിക്കവരെ കുറിച്ച് വേറെ ഒന്നും ഓർമ്മയിലില്ല എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ സത്യം മനസ്സിലാക്കിയത് മുതൽ അദ്ദേഹത്തിന്റെ പരിചയക്കാരോടൊക്കെ ദഅവത്ത് തുടങ്ങി. സ്വകാര്യമായിട്ട് അദ്ദേഹത്തിന് പരിചയമുള്ളവരോടൊക്കെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ അദ്ദേഹം ഈ സത്യം ജനങ്ങളോട് പറഞ്ഞു തുടങ്ങി. അദ്ദേഹത്തിന്റെ ദഅവത്ത് മുഖേന കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ താല്പര്യം പ്രകടിപ്പിച്ചു. അവരെയും കൂട്ടി പല ഘട്ടങ്ങളിലായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചക സന്നിധിയിൽ സമീപിച്ച് അവർ ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പ്രമുഖനാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. ആദ്യഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ഹലഫത്തു ഉമ്മു സഅദ് അല്ലാ തുകല്ലിമഹു അബദാ, സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം, അദ്ദേഹത്തിന്റെ ഉമ്മയായിരുന്നു ആ സത്യം ചെയ്തു പറഞ്ഞത്. എന്ത്? ഇനി അവനോടൊരിക്കലും മിണ്ടുകയില്ല, ഈ ദീനിൽ നിന്ന് വിരമിക്കുന്നത് വരെ ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല എന്ന് പറഞ്ഞ് മാതാവ് നിരാഹാരം ആരംഭിച്ചത് ഈ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ് ആ നിരാഹാരം ആരംഭിച്ചത്. പ്രവാചകന്റെ ആദ്യ കാലഘട്ടത്തിൽ അതിലേക്ക് കടന്നു വന്നു എന്നറിഞ്ഞപ്പോൾ ഈ ഉമ്മാക്ക് വലിയ വിഷമമായി. എന്റെ മകൻ മുഹമ്മദിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്ന് രഹസ്യമായി ആ ഉമ്മ അറിഞ്ഞു. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ കണ്ട മാറ്റങ്ങൾ, വിഗ്രഹാരാധനയോട് വെറുപ്പ്, അതുമായി ബന്ധപ്പെട്ട എല്ലാ ആചാരങ്ങളോടും ആ രൂപത്തിലുള്ള ദുരാചാരങ്ങളോടുമൊക്കെ ഒരു വെറുപ്പ് പ്രകടമായപ്പോൾ ഉമ്മക്ക് ബോധ്യമായി സഅദിന് മാറ്റം വന്നിരിക്കുന്നു. ഉമ്മ പൊട്ടിത്തെറിച്ചു, ഉമ്മ ഞെട്ടിത്തെറിച്ചു. ഉമ്മ പറഞ്ഞു, മകനോട് ശപഥം ചെയ്തു, ഞാനിനി ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, നിന്നോട് മിണ്ടില്ല.
നീ ഇതിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകുന്നത് വരെ. ആ മാത്രമല്ല ഉമ്മ പറഞ്ഞു, മോനെ നീ പറയുന്നുണ്ടല്ലോ ഉമ്മയും ബാപ്പയും ഒക്കെ പറയുന്നത് കേൾക്കണം, അവരെ അനുസരിക്കണം എന്നൊക്കെയല്ലേ നീ പറയുന്നത്. എന്നാൽ നിന്നെപ്പറ്റി ആളുകൾ ഇനി പറയും നീ ഉമ്മയെ കൊന്നവനാണ്. കാരണം നിന്റെ ഈ ദുഷിച്ച സ്വഭാവം കാരണത്താൽ ഞാനിനി വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ നിരാഹാരം തുടർന്നാൽ ഞാൻ മരിച്ചു വീഴും. ആളുകളൊക്കെ നിന്നെക്കുറിച്ച് പറയും. ആ സന്ദർഭത്തിൽ അതെ ഈ രൂപത്തിലൊക്കെ ഞാൻ നിന്റെ ഉമ്മയാണ്, ഞാൻ നിന്നോടാണ് പറയുന്നത്, കൽപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞെങ്കിലും മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും പതറിയില്ല. അവസാനം ഉമ്മ ഭക്ഷണം കഴിച്ചു പിന്മാറി എന്നതല്ലാതെ ആദ്യഘട്ടത്തിൽ തന്നെ ആ രംഗത്തേക്ക് കടന്നു വന്ന വ്യക്തിത്വമായിരുന്നു മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പിൽക്കാല ചരിത്രത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമികമായ പ്രബോധനം അദ്ദേഹം സ്വകാര്യമായി നടത്തിയതിന്റെ പേരിൽ ഇതിലേക്ക് കടന്നു വരാൻ താൽപര്യം പ്രകടിപ്പിച്ച മഹൽ വ്യക്തിത്വങ്ങളായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പോലെയുള്ള വളരെ പ്രഗൽഭരായ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന വസ്സാബിഖൂൻ എന്ന് പറയുന്ന ആദ്യഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പ്രമുഖരായ ആളുകളിൽപ്പെട്ടവരായിരുന്നു അവരൊക്കെ. ആദ്യഘട്ടത്തിൽ കടന്നു വന്നവരാണ്. ബിലാൽ റളിയല്ലാഹു തആല അൻഹു ആദ്യഘട്ടത്തിലെ ഇതിലേക്ക് കടന്നു വന്ന വ്യക്തിത്വമാണ്. ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, അബൂ സലമ റളിയല്ലാഹു അൻഹു, അർഖം ഇബ്നു അബിൽ അർഖം റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ സുമയ്യ റളിയല്ലാഹു അൻഹ, സുഹൈബ് റളിയല്ലാഹു അൻഹു, മിഖ്ദാദ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു, ഉബൈദത്ത് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു, ഫാത്തിമ ഉഖ്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങൾ സഹോദരിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ അസ്മ, അതുപോലെ തന്നെ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ധാരാളക്കണക്കിന് ആളുകൾ ഒറ്റയായി വളരെ സ്വകാര്യമായി ഇസ്ലാമിലേക്ക് ഇങ്ങനെ കടന്നു വന്നു തുടങ്ങി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയരം കിട്ടുന്നവരെ ഒക്കെ എങ്ങനെ ഒരുമിച്ച് കൂട്ടും? എവിടെ? ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത സ്ഥലത്ത്. പ്രവാചക ഭവനത്തിൽ അതിന് സൗകര്യമില്ല. ആളുകളെ ഉൾക്കൊള്ളാൻ മാത്രം സൗകര്യമുള്ള വിശാലമായ വീടല്ല. അതുപോലെ തന്നെ അബൂബക്കറിന്റെ വീട്ടിലാണെങ്കിൽ പെട്ടെന്ന് പരസ്യമാകും കൂട്ടുകാരനാണ്, അവിടെ ഉണ്ടോ എന്ന് ഖുറൈശികൾ ശ്രദ്ധിക്കും. അതുപോലെ തന്നെ മറ്റേ കഅബയുടെ പരിസരത്ത് എവിടെയാണെങ്കിലും ശ്രദ്ധിക്കും. അതുകൊണ്ട് ഒരു ഒഴിഞ്ഞ ഭാഗത്ത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത മഖ്സൂമി ഗോത്രക്കാരനായ ഖുറൈശികളിൽ പെടാത്ത, ആരും അത്രയധികം ശ്രദ്ധിക്കപ്പെടാത്ത അർഖം എന്ന് പറയുന്ന ഇബ്നു അബിൽ അർഖം, അബുൽ അർഖം എന്ന പേരിലുള്ളവരാരുടെ മകനായ അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വകാര്യമായി പോകും. ആ വീട്ടിൽ അറിഞ്ഞവർ സ്വകാര്യമായി വിവരം കൊടുത്ത് അവരവിടെ ഒരുമിച്ച് കൂടും. ഇസ്ലാമിന്റെ ആദ്യത്തെ ഇസ്ലാമികമായ വിജ്ഞാനം സമൂഹത്തിന്റെ മുമ്പിലേക്ക് പ്രസരിപ്പിക്കാനും നിമിത്തമായ ആദ്യത്തെ മദ്രസ, ആദ്യ പാഠശാല അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദാറുൽ അർഖം എന്നാണ് ചരിത്രത്തിൽ അതറിയപ്പെടുന്നത്. അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട്, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യ പ്രബോധന കാലത്ത് തെരഞ്ഞെടുത്ത വീട്. അധികമൊന്നും ആളുകൾ ശ്രദ്ധിക്കപ്പെടാത്തൊരു വീട്. ആരും അവിടെ ഒരു ക്ലാസ് നടക്കുന്നു എന്ന് ചിന്തിക്കാൻ പോലും സാധ്യതയില്ലാത്ത, അത്രയൊന്നും അറിയപ്പെടാത്ത, ആളുകൾക്കിടയിൽ പേരില്ലാത്ത, പ്രശസ്തിയില്ലാത്ത ഖുറൈശികളുടെ ഒരുപാട് ആളുകളുടെ അറിയപ്പെട്ടവരുടെ വീടുണ്ടാകും. ഈ ഒരു വീട്ടിലേക്ക് അത്ര ശ്രദ്ധിക്കൂല. അങ്ങനെയുള്ള ഒരു താവളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തു. അവിടെ വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിരുന്നത്? അവിടുത്തേക്ക് ഇറങ്ങുന്ന ആയത്തുകൾ അവിടെ കൂടിയ ആളുകൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കും. ആദ്യമായി അത് കേൾക്കാൻ അവസരം കിട്ടിയ ഇത്തരത്തിലുള്ള മഹാന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇറങ്ങുന്ന വഹയ്കൾ, അവിടുത്തേക്ക് ഓതിക്കൊണ്ടിരിക്കുന്ന, അവിടുത്തേക്ക് കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദാറുൽ അർഖമിൽ, അർഖമിന്റെ വീട്ടിൽ ഒത്തുകൂടുന്ന വളരെ കുറഞ്ഞ ആളുകളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചു കൊടുക്കും. യത്ലു അലൈഹിം ആയാതിഹി, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചു കൊടുക്കും. സഹാബിമാരത് പ്രവാചകന്റെ മുമ്പിൽ വളരെ ഭവ്യതയോടെ ഇരുന്നു കൊണ്ടത് കേൾക്കും. യസ്തമിഊന ഇലൈഹി,
അവരത് ശ്രദ്ധിച്ചു കേൾക്കും. എത്രത്തോളം ആ ഇരിപ്പ് അവരുടെ തലയിൽ ഒരു പക്ഷികളിരിക്കും പോലെ, തലയനക്കാതെ, ആട്ടാതെ, ചലിക്കാതെ, ശബ്ദമുണ്ടാക്കാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാതെ, ശ്രദ്ധ പോകാതെ ആ അർഖമിന്റെ കൊച്ചു ഭവനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ആ ഉത്ബോധന പ്രസംഗങ്ങൾ, ആയത്തുകൾ വിധങ്ങൾ ഇങ്ങനെ ഓതി കേൾപ്പിച്ചു കൊടുക്കും. സഹാബിമാരത് ഇങ്ങനെ കേൾക്കും. കേട്ടവിടുന്നത് അവർക്ക് വിവരിച്ചു കൊടുക്കും. എന്തായിരുന്നു ആദ്യഘട്ടങ്ങളിലൊക്കെ ഇറങ്ങിയിട്ടുള്ള വചനങ്ങളിൽ ഉണ്ടായിരുന്നത്? അള്ളാഹുവിനെ ശരിക്കും പഠിപ്പിക്കുന്ന ആയത്തുകൾ, തൗഹീദ് അടിയുറപ്പിക്കുന്ന ആയത്തുകൾ, പരലോകത്തെക്കുറിച്ച് എമ്പാടും മനുഷ്യന് ഉത്ബോധനം നൽകുന്ന കൊച്ചു കൊച്ചു വചനങ്ങൾ. ആദ്യം മക്കയിൽ ഇറങ്ങിയിട്ടുള്ള സൂറത്തുകളൊക്കെ പരിശോധിച്ചു നോക്കിയാൽ അതിൽ നിയമങ്ങളുടെ ഒരുപാട് വിശദ വിവരങ്ങളില്ല. ആദ്യഘട്ടത്തിലൊക്കെ ഇറങ്ങിയ സൂറത്തുകളിലൊക്കെ എന്താ കാണുന്നത്? അല്ലാഹ് ആരാണെന്ന് പഠിപ്പിക്കുന്നു, അള്ളാന്റെ മഹത്വം പറയുന്നു, അള്ളാഹുവിന്റെ സൃഷ്ടി മാഹാത്മ്യം പറയുന്നു, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, അതുപോലെ തന്നെ സ്വർഗ നരകങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ഒരു പ്രവാചകന്റെ പ്രത്യേകമായ ആവശ്യകതയെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. മരണാനന്തരമുള്ള ജീവിതത്തിന്റെ ഗൗരവം അവരെ ഉണർത്തുന്നു. സൽസ്വഭാവികളാവാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. എന്തും സ്വീകരിക്കാൻ മാത്രം പാകതയുള്ള, പക്വതയുള്ള നിലക്ക്, കൃത്യമായി തൗഹീദ് അവരുടെ മനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന നിലക്ക്, പരലോക വിശ്വാസം അവരുടെ ഹൃദയത്തിൽ, പടച്ചവനെ പേടി ആര് കാണുന്നില്ലെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം ഇബാദത്ത്, അമലുകൾ എന്ന കൃത്യമായ ഉത്ബോധനങ്ങൾ അടങ്ങുന്ന വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവായിൽ നിന്ന് അവർ കേൾക്കുന്നു. അങ്ങനെ അത് കേൾക്കാൻ ഏറ്റവും ആദ്യം അവസരം കിട്ടിയ ഈ മഹാന്മാരായ സഹാബാക്കിറാം, അവരുടെ ഹൃദയങ്ങൾ പവിത്രമായിരുന്നു. അവരത് കേൾക്കുന്ന മാത്രയിൽ തന്നെ ജീവിതത്തിൽ പകർത്തി തുടങ്ങി. അവരുടെ ജീവിതം ഒന്നാകെ അത് മാറ്റിമറിക്കാൻ തുടങ്ങി. സ്വഭാവത്തിലും, നടപ്പിലും, ഇരിപ്പിലും, പെരുമാറ്റത്തിലുമൊക്കെ ഈ ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു 10-40ഓളം വരുന്ന ആളുകൾ മാതൃകാപൂർണരായ നിലയ്ക്ക് എന്തിനും പറ്റാവുന്ന ധൈര്യമുള്ള ഒരു അനുയായി വൃന്ദത്തെ വളരെ സ്വകാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ധൈര്യമുള്ള, നല്ല സ്വഭാവമുള്ള, നല്ല ആവേശമുള്ള, നല്ല ഈമാനുള്ള, ഇളകാത്ത പതറാത്ത ഈമാനുള്ള നല്ലൊരു കൂട്ടം ആളുകളെ സ്വകാര്യമായി ഈ രഹസ്യ പ്രബോധന കാലഘട്ടത്തിനിടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തെടുക്കുകയാണ്. ഖുറൈശികൾ ചിലരൊക്കെ അറിഞ്ഞിരുന്നു വിവരം, ചിലർക്കൊക്കെ അറിയാമായിരുന്നു എന്തൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ അത്ര പ്രചാരമില്ല. പക്ഷെ അവരിൽ പലരും അത് അത്ര കാര്യമാക്കിയില്ല. കാരണം അവരുടെ കൂട്ടത്തിലും അന്ന് ഇബ്രാഹിമീ മില്ലത്തനുസരിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒറ്റപ്പെട്ട വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു. ഏതുപോലെ ഉമയ്യത്ത് ബിൻ അബിസ്വലത്ത്, അദ്ദേഹത്തെ പോലെയുള്ള റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ പോലെയുള്ള ഖുസ് ബിൻ സായിദ, അദ്ദേഹത്തെ പോലെയുള്ള അംർ ബിൻ നുഫൈൽ, ഇവരൊക്കെ ആദ്യ കാലഘട്ടത്തിലെ ഇബ്രാഹിമീ സരണി ഒറ്റപ്പെട്ട നിലക്ക് പിന്തുടർന്നുകൊണ്ട് ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. ഇവരെ കൊണ്ടൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവരൊക്കെ അവരനുസരിച്ച് ജീവിക്കുന്ന ആ വഴിയിലൂടെ അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഖുറൈശികളും അത് കാണുന്നുണ്ട്. അവർക്ക് വിഗ്രഹാരാധനയോട് വിയോജിപ്പുണ്ട്. പ്രത്യേകമായ പല കാര്യങ്ങളിലും അവരിൽ മാറ്റമുണ്ട്. അങ്ങനെ ഒറ്റപ്പെട്ട ചില വ്യക്തികൾ മക്കയിൽ അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ അവസാനിക്കുന്നാണ് ഖുറൈശികൾ കണക്ക് കൂട്ടിയത്. ആരുടെ കാര്യം? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാര്യം. പിന്നെ രഹസ്യ സ്വഭാവമാണ്. ആരും പരസ്യമായിട്ട് ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ ധൈര്യപ്പെടുന്നില്ല. അങ്ങനെ പറയാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചില്ല. നിങ്ങളുടെ ആരുടെയും ഇസ്ലാം ആശ്ലേഷണം നിങ്ങൾ പരസ്യമാക്കണമെന്ന് നബി തങ്ങൾ പറഞ്ഞില്ല. പ്രവാചകനോട് പോലും പലരും ഇസ്ലാമിലേക്ക് ആദ്യകാലത്ത് കടന്നു വരാൻ മോഹം പ്രകടിപ്പിക്കുമ്പോ പലപ്പോഴും അതിന്റെ ഗൗരവം പറഞ്ഞ് പ്രവാചകൻ അവരോട് പറയാറുണ്ട്, 2-3 ആളുകളെ എന്റെ കൂടെയുള്ളൂ, കുറച്ചാളുകളെ എന്റെ കൂടെയുള്ളൂ എന്നൊക്കെ പറഞ്ഞതിനെ കുറച്ച് കാണിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അത്രത്തോളവും അതിനൊരു ശത്രുക്കൾക്കിടയിൽ മുതലെടുക്കാനും ഒരു പരസ്യ സ്വഭാവം അതിന് വരാനുള്ള നിർദ്ദേശം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വളരെ സ്വകാര്യമായി, വളരെ സൂക്ഷ്മമായി, വളരെ പ്ലാനിങ്ങും പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ കാലഘട്ടത്തിൽ തനിക്കൊരു ഇസ്ലാമികമായ ഒരു സമൂഹം തന്റെ കൂടെ ഉണ്ടാകണം എന്ന നിലക്ക്, അവർ നല്ല ഈമാനുള്ള ദൃഢമായ ഹൃദയത്തിന്റെ ഉടമകളായിരിക്കണം എന്ന നിലക്ക് വളരെ കരുതലോടെയാണ് നീങ്ങിയത്. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ അത്ര കാര്യമാക്കിയില്ല. അവരെ കൊണ്ടൊന്നും ശല്യമല്ല, അത്ര പ്രശ്നമൊന്നുമില്ല. കാരണം പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കുറച്ചാളുകൾ അവരുടേതായ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതല്ലാതെ
അവർക്ക് അവരുടേതായ പ്രത്യേകമായ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ചോദ്യം ചെയ്യുന്ന നിലക്കുള്ള ഒരു പരസ്യ സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ഖുറൈശി മുശ്രിക്കുകൾ ഈ രഹസ്യ പ്രബോധന കാലഘട്ടത്തെ വല്ലാതെയൊന്നും പരിഗണിച്ചില്ല. പക്ഷേ പരിശുദ്ധ ഖുർആനിലെ വചനം ഇറങ്ങിയതാണ്ട് 2-3 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ഈ രഹസ്യ സ്വഭാവത്തിൽ നിന്ന് ഇതിനെ പരസ്യപ്പെടുത്താനും സമൂഹത്തിനിടയിൽ എല്ലാവരോടും ഇത് വളരെ കൃത്യമായി ഇതിന്റെ ഉത്ബോധനങ്ങൾ അറിയിക്കുവാനുമുള്ള നിർദ്ദേശമടങ്ങുന്ന സൂറത്ത് അവതരിക്കുകയാണ് ഉണ്ടായത്. സൂറത്തു ശുഅറാ. സൂറത്തു ശുഅറാഇനൊരു പ്രത്യേകതയുണ്ട്. സൂറത്തു ശുഅറാഇന്റെ പ്രത്യേകത നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ, അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ പരിശോധിച്ചു നോക്കിയാൽ കുറെ കാര്യങ്ങൾ, അഥവാ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രബോധന ജീവിത കാലഘട്ടത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ആ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്. മഹാനവറുകള് ആരാരുമില്ലാത്തൊരു കാലഘട്ടത്തിൽ പ്രബോധനം തുടങ്ങിയത്, പിന്നീട് ആ പ്രബോധനം വ്യാപിച്ചപ്പോൾ ഫിർഔനും അവന്റെ പട്ടാളവും ആക്രമിക്കാൻ വന്നത്, ഫറോവയുടെയും പട്ടാളത്തിന്റെയും അനുയായികളുടെയും ശത്രുതയിൽ നിന്ന് മൂസ നബി അലൈഹിസ്സലാമിനെയും വിശ്വാസികളെയും അള്ളാഹു കടൽ കടത്തി രക്ഷപ്പെടുത്തിയത്, അതിന്റെ ശേഷമുണ്ടായ ഒട്ടേറെ ചരിത്രങ്ങൾ, മൂസ നബി അലൈഹിസ്സലാമിന് വിജയമുണ്ടായതും അനുയായികൾക്ക് വിജയമുണ്ടായതും ശത്രുക്കളായ ആളുകൾ മുഴുവൻ നശിപ്പിക്കപ്പെട്ടതുമായ ഏറ്റവും വലിയ വിശദമായ ഒരു ചരിത്രമായിരുന്നു സൂറത്തു ശുഅറാഇന്റെ പ്രാരംഭത്തിലുള്ള പ്രമേയങ്ങൾ മുഴുവനും. മാത്രമല്ല, പ്രവാചകന്മാരെ കളവാക്കിയവർക്കൊക്കെ സംഭവിച്ചിട്ടുള്ള പര്യവസാനങ്ങൾ ആ അധ്യായത്തിൽ ഉണ്ടായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിന് എന്ത് സംഭവിച്ചു എന്ന്, ആദ് ഗോത്രത്തിന് എന്ത് സംഭവിച്ചു എന്ന്, സമൂദുകാർക്ക് എന്ത് സംഭവിച്ചു എന്ന്, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ നാട്ടുകാർക്ക് എന്ത് സംഭവിച്ചു എന്ന്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തിന് എന്ത് സംഭവിച്ചു എന്ന്, ഐക്കത്ത് നിവാസികൾക്ക്, അസ്ഹാബുൽ ഐക്ക എന്നറിയപ്പെടുന്ന ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് വളരെ കൃത്യമായി അവരുടെയൊക്കെ പര്യവസാനങ്ങൾ, അവരൊക്കെ പ്രവാചകന്മാരെ അവരുടെ കൂട്ടത്തിലേക്ക് ഇസ്ലാമികമായ ദഅവത്തുമായി കടന്നു വന്ന സത്യദൂതന്മാരെ കളവാക്കിയവരായിരുന്നു. അവർക്കൊക്കെ ഉണ്ടായ പര്യവസാനം എന്തായിരുന്നു എന്ന് സൂറത്തു ശുഅറാ കൃത്യമായി പറയുന്നുണ്ട്. ഇതൊക്കെ അടങ്ങുന്ന ചരിത്രങ്ങളൊക്കെ അടങ്ങുന്ന അധ്യായമാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇറങ്ങുന്നത്. അതിൽപ്പെട്ട ഒരു വചനമാണ് വഅൻദിർ അശീറതകൽ അഖ്റബീൻ വഖ്ഫിദ് ജനാഹക ലിമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ. ഈ ശുഅറാ സൂറത്തിലെ 214-ാമത്തെ ആയത്തിൽ കാണാം വഅൻദിർ, വഅൻദിർ, നീ താക്കീത് നൽകുക, നീ മുന്നറിയിപ്പ് നൽകുക, അശീറതകൽ റബീൻ, നിന്റെ ഏറ്റവും അടുത്ത കുടുംബങ്ങൾക്ക് നീ മുന്നറിയിപ്പ് നൽകുക. തുടർന്നുകൊണ്ട് പിന്നെയും കൽപ്പനകൾ വരികയാണ്. ഈ വചനം ഇറങ്ങിയപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് വഹയിലൂടെ വരുന്നുണ്ട്. ഏത് രൂപത്തിൽ ആര് കളവാക്കിയാലും സത്യം തുറന്നു പറയണം. അവർക്കാണ്, സത്യത്തിന്റെ ആളുകൾക്കാണ് ഏറ്റവും നല്ല ശുഭകരമായ പര്യവസാനം ഉണ്ടാവുക. നിഷേധികൾ തകർക്കപ്പെട്ടിട്ടുണ്ട്, നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ പ്രവാചക മനസ്സിനൊരു സ്ഥൈര്യം നൽകുന്ന ചരിത്രങ്ങളായിരുന്നു. തന്റേതായ ജീവിതത്തിന്റെ ദഅ്വാരംഗത്തേക്ക് ഞാൻ ഇറങ്ങിയാൽ തന്റെ മുന്നിലും വന്നേക്കാവുന്ന ഏറ്റവും വലിയ ദുർഘടമായ പാതകൾ വരുമ്പോൾ പതറാതെ, ധൈര്യം ചോർന്നു പോകാതെ മുന്നോട്ട് പോയി കൊള്ളുവാനും അവസാനം വിജയമുണ്ടാകുമെന്നുമുള്ള ഏറ്റവും വലിയ ഒരു സ്ഥൈര്യവും ധൈര്യവും നൽകലായിരിക്കാം ഈ അധ്യായത്തിലൂടെ അല്ലാഹു റബ്ബുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്തോ ആവട്ടെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നീ നിന്റെ കുടുംബങ്ങൾക്ക് മുഴുവൻ മുന്നറിയിപ്പ് നൽകുക എന്ന വചനം ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, സഅദൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അല സഫാ, സഫാ മലയുടെ മുകളിൽ കയറി പരസ്യ പ്രബോധനം ആരംഭിക്കുകയാണ്. ഇതുവരെ അങ്ങനെ പരസ്യമായിട്ട് നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടില്ല, കഅബയുടെ പരിസരത്ത് നിന്ന് സംസാരിച്ചിട്ടില്ല, മലമുകളിൽ കയറി വിളിച്ചു പറഞ്ഞിട്ടില്ല. ഒറ്റയായി പരിചയമുള്ള, നല്ല ഉറപ്പുള്ള, വിശ്വസ്തരായ, കുഴപ്പക്കാരല്ലാത്ത ആളുകളോട് സ്വകാര്യമായിട്ട് പറഞ്ഞു കൊടുക്കും എന്നതല്ലാതെ, അങ്ങനെ ഒരു രഹസ്യ സ്വഭാവത്തിൽ നീങ്ങി എന്നതല്ലാതെ പരസ്യമായി ആദർശം ഒരു പ്രസംഗിക്കുന്ന, പരസ്യപ്പെടുത്തുന്ന, പ്രത്യേകമായി പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥയുണ്ടായില്ല. പക്ഷെ ഈ ആയത്തിലൂടെ അതിനുള്ളൊരു കൽപ്പന വന്നപ്പോ, നിന്റെ അടുത്ത കുടുംബങ്ങൾക്ക് നീ മുന്നറിയിപ്പ് നൽകണം, ആരെയും ഒഴിവാക്കാതെ എല്ലാവരോടും ഇനി പറയണം,
നിർദ്ദേശം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ കുന്നിന്റെ മുകളിൽ കയറി ഫജഅല യുനാദി. അവിടുന്ന് ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി, യാ ബനി ഫിഹ്ർ യാ ബനി അദി, അദിയിന്റെ മക്കളെ, ഫിഹ്റിന്റെ സന്താനങ്ങളെ, ഖുറൈശി ഗോത്രത്തിലെ അറിയപ്പെട്ട ആളുകള്, ഓരോ ഗോത്രങ്ങളെയും മുഴുവനായിക്കൊണ്ട് ഓരോരുത്തരെ വളരെ പ്രധാനപ്പെട്ട നിലക്ക് ഒരു കൂട്ടരെ വിളിച്ച അതിന്റെ ഉപഘടകങ്ങളും ഉപകബീലകളും ഉപഗോത്രങ്ങളും ഒക്കെ വരാവുന്ന നിലക്ക് മൊത്തം എല്ലാവരെയും വിളിച്ചു. ഹത്തജ്തമഉ, എല്ലാവരും ഒരുമിച്ചുകൂടി. ഫജഅല റജുൽ, ആളുകളൊക്കെ പറയാൻ തുടങ്ങി, ആരാ വിളിക്കുന്നത്? മുഹമ്മദല്ലേ വിളിക്കുന്നത്? അതെ, മുഹമ്മദ് വിളിക്കുമ്പോ എന്തെങ്കിലും കാര്യം ഉണ്ടാകും. എല്ലാവരും പോകാൻ തീരുമാനിച്ചു. കുന്നിന്റെ മുകളിലേക്ക് എല്ലാവരും കയറി വരും. فجعل الرجل إذا لم يستطع أن يخرج أرسل رسولا لينظر ما هو. പല ആളുകളും നടക്കാൻ കഴിയാത്തവർ, പുറപ്പെടാൻ കഴിയാത്തവർ, മല കയറാൻ കഴിയാത്തവർ ദൂതനെ പറഞ്ഞയച്ചുകൊണ്ടെങ്കിലും പ്രതിനിധികളെ അയച്ചുകൊണ്ടെങ്കിലും എന്തിനാ മുഹമ്മദ് വിളിക്കുന്നതെന്ന് പോയി നോക്കാൻ പറയുകയാണ്. അങ്ങനെ എല്ലാവരുടെയും പ്രതിനിധികൾ മലമുകളിലെത്തി. കൂട്ടത്തിൽ ഫജാ അബൂ ലഹബ് ഖുറൈശി ഗോത്രങ്ങൾ മുഴുവനും ഖുറൈശികളും അബൂ ലഹബും കൂട്ടത്തിൽ പ്രത്യേകം വന്നെത്തി. ഫഖാല, എല്ലാവരും തന്റെ മുമ്പിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അറഅയ്തുകും ലൗ അഖ്ബർതുകും അന്ന ഖൈലൻ ബിൽ വാദി തുരീദു അൻ തുഗീറ അലൈക്കും അകുൻതും മുസദ്ദിഖിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചോദ്യമാണ്, ചിന്തിപ്പിക്കുന്ന ചോദ്യമാണ്. അറഅയ്തുകും, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ലൗ അഖ്ബർതുകും, ഞാൻ നിങ്ങളോട് വിവരം പറഞ്ഞു തന്നാൽ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് അഭിപ്രായം എന്താണ്? എന്താ കാര്യം പറയാനുള്ളത്? അന്ന ഖൈലൻ ബിൽ വാദി, ഈ മലഞ്ചെരുവിന്റെ ഭാഗത്തുകൂടെ ഒരു കുതിരപ്പട, ഒരു ശക്തമായ കുതിര സൈന്യം, കുതിരപ്പട, തുരീദു അൻ തുഗീറ അലൈക്കും, ഈ മലയുടെ പിന്നിൽ നിന്ന് ഒരു ശക്തമായ കുതിരപ്പട കയറി വന്നിട്ട് നിങ്ങളെ മുഴുവൻ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കാൻ പോകുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോടെങ്ങാനും പറഞ്ഞാൽ അകുൻതും മുസദ്ദിഖിയ, നിങ്ങൾ എന്നെ ശരിവെക്കുമോ? ഞാൻ പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കൂ? ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? ഖാലു, അവരൊന്നടങ്കം പറഞ്ഞു, നഅം, പിന്നല്ലാതെ, നീ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കാതിരിക്കേ? കാരണം മാ ജറബ്നാ അലൈക ഇല്ലാ സിദ്ഖാ, നിന്നെക്കുറിച്ച് സത്യമല്ലാതെ ഒന്ന് ഞങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിലല്ലേ നീ പറയുന്നത് അവിശ്വസിക്കേണ്ട കാര്യമുള്ളൂ. നീ ഇന്ന് വരെ ഞങ്ങളോട് സത്യസന്ധമായിട്ടല്ലാതെ പെരുമാറിയിട്ടില്ല. സത്യമല്ലാതെ ഞങ്ങൾക്ക് നിന്നിൽ നിന്ന് പരിചയിച്ചിട്ടില്ല. അത് മാത്രമേ ഞങ്ങൾ നിന്നിൽ നിന്ന് ശീലിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നീ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു വരുന്നുണ്ട്, എന്നാണ് ഞങ്ങൾ വിശ്വസിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാ എനിക്ക് അതല്ല പറയാനുള്ളത്. ഇതിന്റെ പിന്നെ ഒരു കുതിരപ്പട നിങ്ങളെ വന്ന് നശിപ്പിക്കുമെന്നല്ല ഞാൻ പറയാൻ പോകുന്നത്. അത് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കൂലേ? അതിനേക്കാൾ കടുപ്പപ്പെട്ടൊരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്. ഫഇന്നനീ നദീറുൽ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്. അതേ, ഇതൊക്കെ ഭൗതികമായ ലോകത്തുള്ളവർ അറ്റാക്കല്ലേ. ഒരു കുതിരപ്പട കയറി വന്നാൽ നിങ്ങളെ നശിപ്പിച്ചാലും എന്തേ സംഭവിക്കൂ? അതിനൊക്കെ ഒരു അതിർത്തിയില്ലേ, അതിരില്ലേ? അതിനേക്കാൾ ഗൗരവപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരാനാ ഞാൻ വിളിച്ചു കൂട്ടിയത്. ഇന്നനീ, നിശ്ചയമായും ഞാൻ നദീറുൽ ലക്കും, ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകാൻ വന്നവനാണ്, ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നവനാണ്. ബൈന യദൈ അദാബിൻ ശദീദ്, വളരെ കഠിനകഠോരമായ സഹിക്കാനാവാത്ത ഒരു ശിക്ഷ അതേ നിങ്ങളുടെ മുമ്പിൽ വരാനുണ്ട്. ഞാൻ പറയുന്നത് കേട്ട് ജീവിച്ചാൽ ആ ശിക്ഷയിൽ നിന്ന് രക്ഷയുണ്ട്. ആ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷയുണ്ട് ഞാൻ പറയുന്നത് അനുസരിച്ചാൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ശക്തമായ ആ കഠിനമായ ശിക്ഷ നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. അതും പറഞ്ഞിട്ട് ഈ ആദർശ രംഗത്ത് ഈ ഒരു പ്രത്യേകമായ കാര്യം നിങ്ങളോട് പറയാനുള്ള മുന്നറിയിപ്പുകാരനാണ് ഞാനെന്ന് തന്റെ നുബുവത്തങ്ങ് പരസ്യപ്പെടുത്തിയപ്പോൾ, ഞാനൊരു നദീറാണ് നിങ്ങളിലേക്ക് എന്നങ്ങ് പരസ്യപ്പെടുത്തിയപ്പോൾ ഫഖാല അബൂ ലഹബ് പറഞ്ഞു, തബ്ബൻ ലക് സായിറൽ യൗം അലിഹാദാ ജമഅതനാ. മുഹമ്മദേ, നീ തുലഞ്ഞു പോകട്ടെ, നീ നശിച്ചു പോകട്ടെ, നിനക്ക് നാശം. സായിറൽ യൗം, സർവ്വദിനത്തിലും, ദിനത്തിന്റെ മുഴുവൻ നാളുകളിലും നിനക്ക് നാശമുണ്ടാകട്ടെ. ഇത്ര പ്രയാസപ്പെട്ടിട്ട് ഞങ്ങളെയൊക്കെ ഇവിടെ നീ വിളിച്ചു ഒരുമിച്ച് കൂട്ടിയത് ഇത് പറയാനാണോ?
അലിഹാദാ ജമഅതന, ഇതിനാണ് മുഹമ്മദേ നീ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു കൂട്ടിയത് എന്ന് പറഞ്ഞ് ആദ്യമായി പ്രവാചക മുഖത്ത് നോക്കിക്കൊണ്ട് പ്രവാചക നിന്ദക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അബൂലഹബായിരുന്നു. റസൂലുള്ളാഹിനെ തെറി പറഞ്ഞ, റസൂലുള്ളാഹിനെ ചീത്ത പറയുന്ന ഒട്ടേറെ ആളുകൾ ഇന്നും ലോകത്ത് അബൂലഹബിന്റെ താവഴി പിൻപറ്റി നടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം പറഞ്ഞപ്പോൾ ആ പ്രവാചകന്റെ മുന്നിൽ വെച്ച് അവിടുത്തെ മുഖത്ത് നോക്കിയിട്ട് തബ്ബല്ലക, നീ തുലഞ്ഞു പോകട്ടെ, നശിച്ചു പോകട്ടെ എന്ന് പറയാൻ ആദ്യമായി ധൈര്യം കാണിച്ച കുതന്ത്രക്കാരൻ ആരായിരുന്നു? അബൂലഹബായിരുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിന് മറുപടി ഇറക്കി. പരിശുദ്ധ ഖുർആനിലെ വചനമിറങ്ങി, തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലതൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. വളരെ കൃത്യമായി ഒരു അത്ഭുതമാണ് ആയത്തിന്റെ ആ സൂറത്തിന്റെ അവതരണം. നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധ ഖുർആനിലെ ആ സൂറത്ത് അവതരിച്ചതിന്റെ പേരിൽ പിൽക്കാലത്ത് അതിനെക്കുറിച്ച് ചിന്തിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ആ സൂറത്തിലെ പ്രമേയം? എന്താ? നബി തങ്ങൾ നശിക്കട്ടെ, തൊലയട്ടെ എന്ന് പറഞ്ഞപ്പോ പടച്ച റബ്ബ് അതിന് മറുപടി ഇറക്കി. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ, വതബ്ബ, അവൻ തന്നെയും തൊലയട്ടെ. നാശം മുഹമ്മദിനല്ല ഉണ്ടാവുക, നിനക്കാണ്. നീ നശിക്കും, നിന്റെ ഇരു കരങ്ങളും നശിക്കും. അവന്റെ ഇടതും വലതും പവറായിരുന്ന മക്കൾ അവര് തൊലഞ്ഞു പോകും. ഞാനാ ബാക്കിയുള്ളത്? ഭാര്യ. പറഞ്ഞു, അവന്റെ സമ്പത്തോ അതുപോലെ തന്നെ അവന്റെ എന്തവൻ സമ്പാദിച്ചുണ്ടാക്കിയിട്ടുണ്ടോ ഒന്നും അവന് ഉപകരിക്കില്ല എന്ന് വളരെ കണിശമായി അല്ലാഹു തആല പറഞ്ഞു. പിന്നെ എന്തു പറഞ്ഞു? സയസ്ലാ നാറൻ ദാത ലഹബ്, ജ്വാലകളുള്ള അഗ്നിയിൽ അവൻ കടന്നെരിയും, വഴിയെ അവൻ കടന്നെരിയും എന്ന് അല്ലാഹു തആല പറഞ്ഞു. പിന്നെയോ, പിന്നെന്താ പറഞ്ഞത്? വംറഅതുഹു, അവന്റെ ഭാര്യയും, ഹമ്മാലത്തൽ ഹതബ്, ആ വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യയും. വിറക് ചുമട്ടുകാരി എന്നതൊരു പ്രയോഗമാണെന്ന് മുഫസ്സിരീങ്ങളിൽ പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അവളുടെ കഴുത്തിൽ ചണനാര് കൊണ്ടുള്ള പിരിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു കയറുണ്ട്, ഹബ്ലും മിൻ മസദ് എന്ന് ഖുർആൻ പറയുന്നു. അവൾ സമൂഹത്തിൽ എപ്പോഴും നമീമത്ത് പറഞ്ഞ് കുഴപ്പമുണ്ടാക്കി നടന്നിരുന്ന ഒരു പെണ്ണായിരുന്നു. എല്ലായിടത്തും വളരെ ഫേമസ് ആയി നാടൊട്ടാകെ ഓടി നടന്ന് തന്റെ അഹങ്കാരവും ധിക്കാരവും, ഞാനൊരു കാര്യപ്പെട്ടവന്റെ ഭാര്യയാണെന്ന നിലക്ക് ആ രൂപത്തിലുള്ള തന്റെ നെഗളിപ്പും അഹങ്കാരവും പ്രകടിപ്പിച്ചുകൊണ്ട് സമൂഹത്തെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ഏഷണിയും പരദൂഷണവുമായി നടന്നിരുന്ന ഒരു പെണ്ണായിരുന്നു അവള് എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. എന്താ ഞാൻ പറഞ്ഞു വരുന്നത്? ഈ അധ്യായം ചിന്തിച്ചുകൊണ്ട് പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് പറയാൻ എന്താ കാരണം? ഇതൊരു അത്ഭുതമായിരുന്നു. ഇസ്ലാമിന്റെ ആദ്യ ഘട്ടത്തിൽ അല്ലാഹു തആല പറയാണ്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. ഈ ഖുർആനിനെ തകർക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അബൂലഹബിന് എന്ത് ചെയ്താൽ മതിയായിരുന്നു? മുഹമ്മദ് പറയുന്നതൊന്നും നേരല്ല. മുഹമ്മദിന് വഹി കൊടുക്കുന്ന, അവൻ പരിചയപ്പെടുത്തുന്ന റബ്ബിന് അതിനെപ്പറ്റി കാര്യമായി ഭാവിയെ സംബന്ധിച്ചൊന്നും അറിവില്ല. ഈ ഖുർആൻ പൊള്ളയാണ്, പൊളിയാണ്, വെറുതെയാണ്, അതിൽ പറയുന്നതൊന്നും ശരിയാവൂല എന്ന് തെളിയിക്കാൻ വേണ്ടി കുറച്ചു കാലത്തേക്കെങ്കിലും അബൂലഹബിനൊന്ന് മുസ്ലിമാകാൻ തോന്നിയിരുന്നുവെങ്കിൽ ഈ ആയത്തിന്റെ സ്ഥിതി എന്താവും? ഈ സൂറത്ത് എന്താവും? പൊളിഞ്ഞു പോവില്ലേ? അള്ള മുൻകൂട്ടി പ്രഖ്യാപിക്കാണ്, അബൂലഹബ് തൊലഞ്ഞു, അവന്റെ ഇരു കരങ്ങളും നശിച്ചു, അവന്റെ ഭാര്യ, അവനൊക്കെ നരകത്തിയുടെ വിറകുകളാണ്. എത്ര കാലം അവര് പിന്നെയും ജീവിച്ചു? മുസ്ലിമാകാൻ തോന്നിയോ? തോന്നിയില്ല. ആർക്കാ അങ്ങനെ പറയാൻ കഴിയാ? ത്രികാല ജ്ഞാനിയായ ഭാവിയെ സംബന്ധിച്ചും ഭൂതത്തെ സംബന്ധിച്ചുമെല്ലാം ഒരുപോലെ അറിയാവുന്ന റബ്ബിനല്ലാതെ അങ്ങനെ ഒരു കാര്യം പറയാൻ കഴിയോ? അബൂലഹബ് മുസ്ലിമായില്ല, അവന്റെ മക്കൾ മുസ്ലിമായില്ല, ആരും മുസ്ലിമായില്ല. ഇവളിങ്ങനെ പാടി നടന്നു എന്നാണ് പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തോതി കഴിഞ്ഞപ്പോ വിവരം കേട്ട ഉമ്മു ജമീൽ എന്ന് പറയുന്ന പെണ്ണ്, അബൂലഹബിന്റെ ഭാര്യ, പല സ്ഥലങ്ങളിലും അവൾ പാടി നടന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താ അവൾ പാടിയത്? മുദമ്മമുന്ന ബൈനാ വദീനഹു ഖലൈനാ വഅംറഹു ആസൈനാ. എന്താ അതിന്റെ അർത്ഥം?
മുദമ്മമുൻ, ആ നശിക്കപ്പെട്ടവൻ, ആ ഏറ്റവും വലിയ ആക്ഷേപത്തിന് വിധേയമാക്കപ്പെടുന്നവൻ, എല്ലാ ആക്ഷേപങ്ങൾക്കും കാരണമായി തീരുന്നവൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവൾ അങ്ങനെയാ പരിചയപ്പെടുത്തിയത്. മുദമ്മം, എല്ലാ ദമ്മുകൾക്കും ആക്ഷേപത്തിനും അർഹനായ വ്യക്തി. അവൻ ഒരു കാര്യവുമായി വന്നിരിക്കുന്നു. അബൈന, അവനെ ഞങ്ങൾ സമ്മതിക്കൂല. പറയുന്നത് അവനെ ഞങ്ങൾ സമ്മതിക്കൂല. ദീനഹു ഖലൈന, അവൻ പഠിപ്പിക്കുന്ന അവന്റെ ആദർശത്തെ ഞങ്ങൾ ഒഴിവാക്കും. അംറഹു അസൈന, അവന്റെ കൽപ്പനയെ ഞങ്ങൾ ധിക്കരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവൾ പാടി നടന്നിട്ടുണ്ട്. ആ അവസരത്തിലൊക്കെ മുദമ്മം മുദമ്മം എന്നായിരുന്നു ഖുറൈശികളിൽ പലരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. അത് കേൾക്കുമ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പോലെയുള്ള ഏറ്റവും അടുപ്പമുള്ള തന്റെ സഹാബിമാരോടൊക്കെ പറയാറുണ്ട്, അലാ തഅജബു, നിങ്ങളൊരു അത്ഭുതം കണ്ടില്ലേ, നിങ്ങളൊരു പുതുമ കാണുന്നില്ലേ? കൈഫ യസ്റഫുല്ലാഹു അന്നീ, അല്ല എങ്ങനെയാണ് എന്നിൽ നിന്ന് തിരിച്ചുവിടുന്നതെന്ന്. ശതുമ ഖുറൈശ്, ഖുറൈശികളുടെ ചീത്ത വിളികൾ, ഖുറൈശികൾ പറയുന്ന ചീത്തയൊന്നും എന്നെ കുറിച്ചല്ലല്ലോ. വലഅനഹും, അവരുടെ ആക്ഷേപവാക്കുകളും അവരുടെ ശാപവാക്കുകളുമൊക്കെ എന്നിൽ നിന്ന് അല്ല തിരിച്ചുവിടുന്ന പുതുമ നോക്കൂ. കാരണം യസ്തിമൂന, അവര് തെറി പറയുന്നത്, ചീത്ത പറയുന്നത് മുഹമ്മദൻ, മുഹമ്മദിനെ അല്ലല്ലോ, മുദമ്മമാ, മുദമ്മമിനെയല്ലേ ചീത്ത പറയുന്നത്. വയൽഅനൂന മുദമ്മമാ, മുദമ്മമിനെയല്ലേ അവര് ലഅനത്ത് ചൊല്ലുന്നത്, ശകാരിക്കുന്നത്, അതേ ശപിക്കുന്നത്. വാന മുഹമ്മദ്, ഞാൻ മുദമ്മമല്ലല്ലോ, ഞാൻ മുഹമ്മദാണല്ലോ. മുഹമ്മദുൻ ബൈന എന്നവര് പാടുന്നില്ലല്ലോ, അവരാക്ഷേപിക്കുന്നില്ലല്ലോ. അതേ, അവരുടെ ആക്ഷേപങ്ങളൊക്കെ വേറെ ഏതോ ആളിലാണ് ചെന്നെത്തുന്നത്. ഞാൻ മുദമ്മമല്ല, ഞാൻ മുദമ്മമല്ല, ഞാൻ മുഹമ്മദുൻ, സ്തുതിക്കപ്പെടുന്നവനാണ്. എല്ലാവരുടെയും മദിഹിന് അർഹനായ യോഗ്യനായ മുഹമ്മദാണ് ഞാൻ ആക്ഷേപിക്കപ്പെടേണ്ടവനല്ല, ഞാൻ മുദമ്മമല്ല. സഹീഹുൽ ബുഖാരിയിൽ കാണാം നമുക്ക് ഈ സംഭവം. സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ അത്രയും പ്രവാചകനെ കുറിച്ച് ഈ സത്യം അവതീർണമായതിന് ശേഷം അവര് രാജ്യത്തൊട്ടാകെ കവിതയിലൂടെയും പ്രസംഗത്തിലൂടെയും ഒക്കെ ചീത്ത പറയാൻ തുടങ്ങി. ഈ ആയത്ത് അവതരിച്ച നേരത്ത് വൻദിർ അശീറത്തക്കൽ അഖ്റബീൻ എന്ന വചനം അവതരിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബത്തിലെ ആളുകളെ പ്രത്യേകം വിളിച്ചിട്ട് വേറെയും ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഓ ഖുറൈശികളുടെ സമൂഹമേ, അതുപോലെ തന്നെ അബ്ദുമനാഫിന്റെ മക്കളെ, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ സന്തതികളെ, സഫിയ, പ്രവാചകന്റെ പിതൃവിയായ സഫിയ, അതുപോലെ തന്നെ എന്റെ മകൾ ഫാത്തിമ, കുടുംബത്തിലെ ഓരോ ആളുകളെയും പേരെടുത്ത് പോലും വിളിച്ചു പറഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങളൊക്കെ അൻഖിദൂ അൻഫുസകും മിനന്നാർ, നരകത്തിയില്ലെന്ന് നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ തന്നെ സംരക്ഷിച്ചോളണം. ലാ ഉഗ്നിയൻകും മിനല്ലാഹി ശൈആ, നിങ്ങളെ നരകത്തിയില്ലെന്ന് രക്ഷിക്കാനൊന്നും നിങ്ങൾക്ക് എന്തെങ്കിലും പരലോകത്ത് ചെയ്തു തരാനൊന്നും എനിക്ക് കഴിയൂല. എന്റെ കുടുംബാടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈമാനില്ലാതെ കുഫറോടുകൂടെ അവിടെ വന്നാൽ രക്ഷപ്പെടൂല. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോളിൻ, ഈമാനുള്ളവരാവുക, മുസ്ലിങ്ങളാവുക. അബ്ദുമനാഫിന്റെ മക്കളെ, അബ്ബാസിന്റെ മക്കളെ, ഫിഹറിന്റെ മക്കളെ, ഖുറൈശി സന്തതികളെ, അബ്ദുമനാഫിന്റെ മക്കളെ ഓരോരുത്തരെയും വിളിച്ച് പ്രത്യേകമായി തന്റെ പിതൃവ്യായ സഫിയ, മകളായ ഫാത്തിമ, സലീനി മാശിഇതി ബിൻ മാലി, നീ ഉദ്ദേശിക്കുന്നത് ഉപ്പാക്കുള്ള മുതലിൽ നിന്ന് നീ ചോദിച്ചോ, അത് തരാൻ ഉപ്പാക്ക് പറ്റും. പക്ഷേ അൻഖിദി നഫ്സകി മിനന്നാർ, നിന്റെ ശരീരത്തെയും നീ നരകത്തിയിൽ നിന്ന് കാത്തു രക്ഷിച്ചുകൊള്ളണം. കാരണം ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ, നിന്റെ വാപ്പ നബിയായിരുന്നു എന്നും പറഞ്ഞു പരലോകത്ത് നീ കാഫിറായി വന്നാൽ, നീ വിശ്വാസിയാകാതെ വന്നാൽ നിന്റെ മകളായ എന്ന നിലയ്ക്ക് രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയൂല. കാരണം നൂഹ് അലൈഹിസ്സലാം മകനെ രക്ഷപ്പെടുത്താനാവില്ല, ഇബ്രാഹിം അലൈഹിസ്സലാം ബാപ്പനെ രക്ഷപ്പെടുത്താനാവില്ല. ആരും രക്തബന്ധവും കുടുംബബന്ധവും കൊണ്ടൊന്നും അവിടെ നന്നാവൂല. ഈമാൻ വേണം, വിശ്വാസം വേണം, വിശ്വാസം ശരിയാവണം. ആ നിലക്ക് ആയാൽ മാത്രമേ
അവിടെ ബന്ധങ്ങളൊക്കെ വിലപ്പോവുകയുള്ളൂ, അതല്ലെങ്കിൽ പ്രയോജനമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടുകൂടെ തന്നെ വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. പിന്നീട് സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പരസ്യമായി കുടുംബങ്ങളിൽ മാത്രമല്ല പരസ്യ പ്രബോധനം തന്നെ നടത്തുകയാണ്. കാരണം അല്ലാഹു തആല പറഞ്ഞു, ഫസ്ദർ ബിമാ തുഅ്മർ, കൽപ്പിക്കപ്പെട്ടത് വളരെ കൃത്യമായി തന്നെ നടപ്പിൽ വരുത്തുക, കൽപ്പിക്കപ്പെട്ടത് കൊണ്ട് മുന്നോട്ട് പോവുക, അത് തുറന്നു പ്രഖ്യാപിക്കുക. വഅരിദ് അനിൽ മുശ്രിക്കീൻ, ശിർക്ക് വെക്കുന്നവരുടെ ഒരു രൂപത്തിലുള്ള ഭീഷണികളുടെയും അവരുടേതായ ഒരു പ്രത്യേകമായ പ്രവർത്തനങ്ങളുടെയും മുമ്പിൽ ചൂളിപ്പോകരുത്, അവരെ അവഗണിച്ചേക്കുക. താങ്കളുടെ ദൗത്യവുമായി മുന്നോട്ട് പോവുക, തുറന്നു പ്രഖ്യാപിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യമായി തന്നെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. പരസ്യ പ്രബോധനം വളരെ കൃത്യമായി അതിന്റെ രൂപത്തിൽ തുടങ്ങിയപ്പോഴേക്ക് തന്നെ ഇതുവരെ ഇങ്ങനെ കുഴപ്പമുണ്ടാവില്ല, അതൊരു മുഹമ്മദല്ലേ, സമൂഹത്തിൽ അങ്ങനെ വരരൂല്ലേ, ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഇളകാതിരുന്നു. പക്ഷേ ഇപ്പോ അവർക്ക് തോന്നി കാര്യം നമ്മുടെ പിടുത്തത്തിൽ നിന്ന് പോവുകയാണ്. മുഹമ്മദിലേക്ക് മക്കക്കാർ ആകർഷിക്കപ്പെടുകയാണ്, കുടുംബങ്ങൾ അതിലേക്ക് ഒഴുകുകയാണ്, ചിന്താശേഷിയുള്ള പലരും അതിലേക്ക് അടുക്കുകയാണ്, വലിയ പല ആളുകളും അതിലേക്ക് കടന്നു വരികയാണ് എന്നൊക്കെ മനസ്സിലായപ്പോ ഖുറൈശികൾ ഇളകിത്തുടങ്ങി. ഖുറൈശികൾക്കിടയിൽ വലിയ രൂപത്തിലുള്ള പല രൂപത്തിലുള്ള പീഡനങ്ങളും മർദ്ദനമുറകളും പരസ്യമായ ചീത്തവിളികളും തെറിവിളികളും ശകാരങ്ങളും ദേഹോപദ്രവം ഏൽപ്പിക്കലുമെല്ലാം നടത്താൻ അവരാരംഭിച്ചു. ആ രൂപത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പരിശുദ്ധമായ കഅബയുടെ സമീപത്ത് നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന വേളയിൽ, അന്ന് ആദ്യകാലത്ത് ഖുറൈശികൾ ചെയ്ത പരിപാടിയാണ്. ഖുറൈശികളെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് അബൂജഹലാണ് അതിന് പ്രേരിപ്പിച്ചത് എന്ന് ഹദീസുകളിൽ കാണാം. ഉഖബത്ത് ഇബ്നു അബീ മുഈത്ത് എന്ന് പറയുന്ന ഒരു ദുഷ്ടനാണ് അതിന് നേതൃത്വം കൊടുത്തത് എന്നും നമുക്ക് പിന്നീടുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്താ അവരൊക്കെ കൂടെ തീരുമാനിച്ചത്? നിബിതങ്ങൾ കഅബയുടെ പരിസരത്ത് നിന്ന് നിസ്കരിക്കുന്ന നേരത്ത് അവരൊക്കെ കൂടി പറഞ്ഞു, കണ്ടില്ലേ ഒരുത്തൻ നിന്നുകൊണ്ട് ഇങ്ങനെ നമ്മളെ കാണിക്കാൻ വേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നത്, ഇതുവരെയൊന്നും അവനാ പണില്ല, നമ്മളൊന്ന് കാണട്ടെ, എല്ലാരും കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പ്രദർശനപരതയോടെ എല്ലാവരെയും കാണിക്കാനല്ല തന്ദുറൂന ഇലാ ഹാദൽ മുറായി, ഇങ്ങനെ ആളെ കാണിക്കാൻ നമ്മളെ കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് കണ്ടോ ഒരുത്തന്റെ ഒരു നിസ്കാരം കണ്ടില്ലേ എന്ന് പറഞ്ഞ് അവരെ പരസ്പരം ഇങ്ങനെ കളിയാക്കി. എന്നിട്ട് അവരുടെ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, അയ്യുക്കും യഖൂമു ഇലാ ജസൂരി ആലി ഫുലാൻ, എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് അറവ് നടന്നിട്ടുള്ള ഒരു ഒട്ടകമുണ്ട് അവരുടെ കുടുംബത്തിൽ. ആ ഗോത്രത്തിന്റെ പറമ്പിൽ പോയാൽ അവിടെ അറുത്തിട്ട ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കൊടലും മാലിയും രക്തവും എല്ലാം കൂടി വാരിക്കിടക്കും കൂട്ടിയിട്ട സ്ഥലം കാണും. അവിടേക്ക് ആര് പോകും നിങ്ങളുടെ അടുക്കൽ നിന്ന്? എന്നിട്ട് അത് കൊണ്ടുവരണം. എന്നിട്ട് മുഹമ്മദ് ഇനി സുജൂദി കിടക്കുമ്പോ അവന്റെ ഇരു ചുമലുകൾക്കിടയിൽ അത് കൊണ്ടുപോയിട്ടിടാൻ ആരാണ് തയ്യാറാവുക? ഫൻബഅസ അഷ്ഖാഹും, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ദൗർഭാഗ്യവാനായ ഒരുത്തൻ അവൻ ആരാണ്? ഉഖബത്ത് ഇബ്നു അബീ മുഈത്ത് ആയിരുന്നു എന്ന് പിന്നീടുള്ള ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉഖബ ഇങ്ങനെ ആവശ്യപ്പെട്ടവൻ അബൂജഹലായിരുന്നു എന്നും വേറെ ഹദീസിലുണ്ട്. മറ്റുള്ളവരൊക്കെ ഇങ്ങനെ സപ്പോർട്ട്. അങ്ങനെ അവനത് പോയി കൊണ്ടുവന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് പോണ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു. അവിടുന്ന് സുജൂദിൽ ഇങ്ങനെ കിടക്കുമ്പോ ചുമലുകൾക്കിടയിൽ അവനാ ചീഞ്ഞളിഞ്ഞ കൊടൽ മാലയും രക്തവും എല്ലാം കൂടി കൂട്ടിക്കൊണ്ട് അത് കൊണ്ടുവന്നു. ഭാരമുള്ള എല്ലാ ചവറുകളും അവിടുത്തെ ആ തിരുകളത്തിൽ കൊണ്ടുവന്നവൻ ഉപേക്ഷിക്കുകയാണ്, ഇടുകയാണ്. വസബത്തൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം സാജിദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് തന്നെ കഴിഞ്ഞു. എഴുന്നേൽക്കാൻ കഴിയണ്ടേ? ഭാരം കൊണ്ട് എഴുന്നേൽക്കാൻ കഴിയില്ല. താൻ റസൂൽ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ വലിയ ഭാരമാണ്. ഒരൊട്ടകത്തിന്റെ കൊടലും ജ്വാലയൊക്കെ കൂടിയും കയറി വന്ന് ശരീരത്തിലിട്ട് കഴിഞ്ഞാൽ അനങ്ങാൻ പറ്റുമോ? അത്രയും വൃത്തികെട്ടത് മാലിന്യങ്ങളുടെ ഭാരത്തിൽ കിടന്നുകൊണ്ട് പ്രവാചകൻ ഇങ്ങനെ വിഷമിക്കുകയാണ്, എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ആ സമയത്ത് ഇത് കണ്ടിട്ട് ഫളഹികൂ, അവരിങ്ങനെ പരസ്പരം അട്ടഹസിച്ച് ചിരിച്ചു. ഹത്താ മാല ബഅ്ദുഹും ഇലാ ബഅ്ദിൻ മിനൽ ലഹ്കി, ചിരി കാരണത്താൽ അവർ ഒരാൾ മറ്റേയാളെ മേൽക്കിങ്ങനെ വീഴുന്നുണ്ട്. ചിരിച്ചവര് വീണ് പരസ്പരം. ഈ രംഗം കണ്ടിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുമ്പോ ഈ രംഗം കണ്ടിട്ട് അവരിങ്ങനെ ആർത്ത് ചിരിക്കുകയാണ്. ഫന്തലഖ മുൻതലിഖുൻ ഇലാ ഫാത്തിമ, ചെറുപ്പക്കാരിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഒരാൾ പോയി. ഇങ്ങനെ ബാപ്പൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഫഅഖ്ബലത് തസ്ആ, ഓടി വന്നു മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹ. വസബത നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം തഅൽഖതുഹു അൻഹു, അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ തന്നെ കിടക്കുകയാണ്, അനങ്ങാൻ പറ്റുന്നില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ ചവറുകളും മാലിന്യങ്ങളും മുഴുവൻ കൈകൊണ്ട് വാരി ഒതുക്കി പുറത്തേക്കിട്ടു. വഅഖ്ബലത് അലൈഹിം തസുബ്ബുഹും, അവരുടെ നേരെ ചീറി
മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ നിൽക്കുന്ന ഏത് കൊമ്പനാണെങ്കിലും അവരുടെ നേരെ ചീറിക്കൊണ്ട് ശകാരവാക്കുകൾ ചൊരിഞ്ഞു. ശകാരവാക്കുകൾ അതൊരു ധൈര്യമായിരുന്നു. ആ ധൈര്യം സംഭരിച്ചുകൊണ്ട് തന്റെ ഉപ്പയ്ക്ക് നേരെ, ഇസ്ലാമികമായ നേതാവിന്റെ നേരെ കാണിച്ച ഈ ക്രൂരതക്കെതിരെ അവർ ശക്തമായി പ്രതികരിച്ചു. ആർക്കും ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. അങ്ങനെ ഫലമ്മാ ഖളാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാത്ത്, സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരമൊക്കെ കഴിഞ്ഞ് വിരമിച്ചിട്ട് അവിടുന്ന് പ്രാർത്ഥിച്ചു ഉച്ചത്തിൽ, അല്ലാഹുമ്മ അലൈക ബിഖുറൈശ്, അല്ലാഹുമ്മ അലൈക ബിഖുറൈശ്, അല്ലാഹുമ്മ അലൈക ബിഖുറൈശ്. ഖുറൈശികളെ പിടിക്കണേ അല്ലാഹ്, ഖുറൈശികളുടെ കാര്യം നീ നോക്കണേ അല്ലാഹ്, നീ അവരെ പിടിക്കണേ. പേരെടുത്ത് പറഞ്ഞു, അല്ലാഹുമ്മ അലൈക ബി അംർ ഇബ്നു ഹിശാം, അംർ ഇബ്നു ഹിശാമിനെ നീ പിടിക്കണേ അല്ലാഹ്, നിന്നെ ഏൽപ്പിക്കുന്നു ഞാൻ. ആരാ അംർ ഇബ്നു ഹിശാം? അബൂജഹൽ. അബൂജഹലിന്റെ പേരാണ് അംർ ഇബ്നു ഹിശാം. وعتبة بن ربيعة وشيبة بن ربيعة وليد بن عتبة أمية بن خلف عقبة بن أبي معيط عمارة بن الوليد. ഇവരൊക്കെ പേരെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈക അലൈക അലൈക, അല്ലാഹ് നിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ സമ്മതിക്കാത്ത ഇവരെ നീ വിടരുത് റബ്ബേ. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സ് നൊന്തുകൊണ്ടുള്ള പ്രാർത്ഥന. ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്ന അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലഖദ് റഅയ്തുഹും സർആ യൗമ ബദർ. അള്ളാന്റെ റസൂൽ ഈ പേരെടുത്തു പറഞ്ഞ ആളുകളെ മുഴുവനും പിൽക്കാലത്ത് ഞാൻ കണ്ടു. ബദറിന്റെ ദിവസം അവരൊക്കെയും ബദറിന്റെ രണാങ്കണത്തിൽ കൊല്ലപ്പെട്ട് കിടക്കുന്നതായി ഞാൻ കണ്ടു. എല്ലാ നേതാക്കന്മാരും ബദറിന്റെ അന്ന് ഈ പേര് പറഞ്ഞ ആളുകളൊക്കെ കൊല്ലപ്പെട്ടതായി കണ്ടു എന്ന് മാത്രമല്ല, സുമ്മ സുഹിബു ഇലാ ഖലീബി ബദർ, ബദറിന്റെ പൊട്ടക്കിണറ്റിലേക്ക് അവരുടെ ശവശരീരങ്ങളെ വലിച്ചെറിഞ്ഞവരെ നിന്ദിക്കുന്നതായി ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലമിനും അനുയായികൾക്കും ഒട്ടേറെ പീഡനങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി തുടങ്ങുകയാണ്. ഇതൊന്നുമല്ല, വേറെയും ഒരുപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും അനുഭവിച്ചു പീഡനങ്ങളുടെ പരമ്പരകൾ. സത്യം തുറന്നു പറഞ്ഞ അത് മുതൽക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളും തന്നെയായിരുന്നു പ്രവാചക ജീവിതത്തിലും സഹാബിമാരുടെ ജീവിതത്തിലും. ഇൻഷാ അല്ലാഹ് തുടർന്നുകൊണ്ട് ആ പരമ്പരകൾ, പീഡന പരമ്പരകൾ, പലരും അനുഭവിച്ച പ്രയാസങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ചരിത്രങ്ങളിൽ നിന്ന്, സഹിഹായ രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. സഹോദരങ്ങളെ, ഏറ്റവും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ ജീവിത ചരിത്രം നമുക്ക് കേവലം ചരിത്ര പഠനത്തിന് വേണ്ടി മാത്രമല്ല, ഇസ്ലാമിക ദഅവത്തിന്റെ രംഗത്ത് നമ്മുടെ മുൻഗാമികൾ സഹിച്ച ഏറെ ത്യാഗത്തിന്റെയും പ്രയാസങ്ങളുടെയും വലിയ വലിയ ചരിത്രങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ഇസ്ലാമിക ദഅവ രംഗത്ത് ഉണ്ടായിരിക്കേണ്ടുന്ന പരിശുദ്ധിയും പവിത്രതയും ധീരതയും നമ്മൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമികമായ ദഅവ രംഗത്ത് നമ്മുടേതായ ഭാഗതയെ നിർവഹിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കൂടിയാണ് ഈ ചരിത്രങ്ങളിലൂടെയൊക്കെ നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയണം എന്നെന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്ന സൽസരണിയിലൂടെ മുന്നോട്ട് പോകുന്ന, അവിടുത്തോട് ആ നിലക്ക് മഹബത്ത് പ്രകടിപ്പിക്കുന്ന, അവിടുത്തെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന, അത് മുഖേന അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് പാത്രീഭൂതരാകുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നാഥൻ നമുക്ക് തുണയും രക്ഷയും നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫയും സുഖവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു സന്തോഷപ്രദമായ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.